നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് ഇന്ന് ഡൽഹിയിൽ. കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ ജോസഫ് കൂടിക്കാഴ്ച നടത്തും. സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. നാളെ 62ാമത്തെ ഐറ്റമായാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖിനെതിരായ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഇന്ന് ഡൽഹിയിലെത്തുന്നത്. സിദ്ദിഖ് കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ ജോസഫ് ചർച്ച നടത്തും. എന്തെല്ലാമാണ് സിദ്ദിഖിന്റെ ഹർജിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാനം നേരത്തെ തന്നെ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏത് വിധത്തിലാണ് ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിലപാടെടുക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ ഐശ്വര്യ ഭാട്ടിയ ആയിരിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരാകുക എന്നാണ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നേരത്തെ അതിജീവിതയും സിദ്ദിഖിനെതിരെ ഹർജിക്കെതിരെ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതീവ ഗൗരവത്തോടെയാണ് ഈ കേസിനെ കാണുന്നത് എന്നും അതിജീവിതയെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമുണ്ടായി എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പരാമർശങ്ങൾ നീക്കിക്കിട്ടണം എന്ന ഒരു ആവശ്യം കൂടി സിദ്ദിഖിന്റെ അഭിഭാഷകർ ഉന്നയിച്ചേക്കും എന്ന സൂചനയുണ്ട്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ആയിരിക്കും സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക. അതേസമയം അമ്മയും WCCയും തമ്മിലുള്ള തർക്കം ഉൾപ്പെടെയാണ് തനിക്കെതിരായ ഈ പരാതിക്ക് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സിദ്ദിഖ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.